ടേസ്റ്റ് ഉണ്ടെന്നാ? ആ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണോ? ക്രിസ്ത്യാനിയുണ്ട് മദ്യല്ല ദോശ അടിപൊളി. നമുക്ക് ദോശ നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുക, മടക്കുക. ഇന്നത്തെ നമ്മുടെ പരിപാടി ദോശ ഉണ്ടാക്കാൻ പറ്റുന്നത്. 1 മണിക്കൂർ കൊണ്ട് ദോശമാവ് വീർത്ത് ദോശ സ്വാദിഷ്ടമായ ദോശ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഡബിൾ സ്പോർട്സുകാർ പറയാം. ഇന്നലെ കടയിൽ പോയി വന്നത് അപ്പോൾ തന്നെ മേടിക്കും, ഒന്നുമില്ല. അത് നോക്കി ഉണ്ടാക്കി വെക്കാം എത്രത്തോളം ഫലപ്രദമാണെന്ന് മേടിച്ച്. അതിൽ നമ്മൾ ഇളം ചൂട് വെള്ളം ഒഴിച്ചോളൂ. ഒരുപാട് ചടിയില്ല, നമ്മുടെ നാട്ടിലെ മിക്സിയുടെ പവർ ചെയ്തു. നമ്മളെ ഡബിൾ ഹോൾസിന്റെ ദോശപ്പൊടി ഇതിലേക്ക് ഇടുക. ഉപ്പൊഴിക്കുക. അടിച്ചോ ഈയൊരു ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. കുറച്ച് മാവ് കൂടി അടിച്ചെടുക്കാറുണ്ട്. വേണ്ട, ഭയങ്കരമായിട്ട് തിക്ക് രസം പാടില്ല, അധികം വെള്ളം പോലും പാടില്ല. ഈ ഒരു ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് സെറ്റാക്കി എടുക്കുക. അപ്പോൾ എന്നിട്ട് 1 മണിക്കൂർ പുറത്ത് വെയിലത്തും വയ്ക്കണം. കുറച്ച് വെയിലുണ്ട്, അന്നേരം വീർപ്പുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞ് വീർത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അവിടെ മാവൊക്കെ വീർത്ത് ജിങ്കർമണി ആയിട്ടുണ്ട്. അത് ചുട്ടോ ആദ്യം നമ്മുടെ ദോശക്കല്ലില്ലാത്തതുകൊണ്ട് ഫ്രൈ പാനിൽ ഉണ്ടാക്കാൻ നല്ല ശബ്ദം കേൾക്കണം. വീട്ടിലെങ്കിലും കുഴപ്പമില്ല. എന്തിനാന്ന് അറിയില്ല ഒഴിക്കണം, എല്ലാരും ഒഴിക്കണ്ട്, അത് നമ്മൾ ഒഴിക്കണം. ഇല്ല, ചൂടായ പാൻ എപ്പോഴും തണുപ്പിച്ചിട്ട് വേണം ദോശ ഉണ്ടാക്കാൻ. തണുപ്പിക്കാൻ 2 ലിറ്റർ ഒഴിക്കേണ്ടി. ആ തണുപ്പിക്കലല്ല, തണുപ്പ് മതി മതി. എനിക്കറിയാം നീയേതാണ്ട് ഞാൻ എന്നെ കൊണ്ട് ഉണ്ടാക്കിയ ഇനി നമ്മള് ആ വെള്ളം വറ്റിയതിന് ശേഷം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു കയ്യില് ദോശമാവ് എടുക്കുക. അടി പോകാണ്ടിരിക്കാനായിട്ട് ഒരു പാത്രത്തിന്റെ സപ്പോർട്ടോട് കൂടി കല്ലിലേക്ക് ഒഴിക്കുക. നല്ല രീതിയിൽ പരത്തുക. ഒരു കണം കൂടിപ്പോയി, അത് കുഴപ്പമില്ല. തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ നമുക്ക് നോക്കേണ്ടതാണ്.
ജസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. സ്വാദിഷ്ടമായ ദോശ ലഭിക്കണമെങ്കിൽ നെയ്യ് ഒഴിക്കണം. ഒരാൾ അപ്പുറത്തിന് ദോശനെ അടിക്കേണ്ട ദോശ. ഇതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അധികം ഒഴിക്കേണ്ട. നെയ്യ് റോസ്റ്റോ, നെയ്യ് റോസ്റ്റ് ഇങ്ങനെയല്ലേ? നെയ്യ് ഒഴിച്ചെടുത്താൽ നെയ്യ് റോസ്റ്റ്. നൈസിനതൊക്കെ വേവട്ടെ. സൈഡ് നമ്മുടെ എന്തുണ്ട്, അപ്പൊ നമുക്ക് ഇത് മറച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ദോശയായിരുന്നു. ഇങ്ങനെ നമുക്ക് ഇതൊന്ന് ക്രിസ്പി ദോശയുണ്ട്. ഇത് നമ്മൾ ഡബിൾ ഫോഴ്സിന്റെ പൊടിയാണ് ഉപയോഗിച്ചാണ്. അവരുടെ അഡ്വർടൈസ്മെന്റ് ആയിട്ട് നിങ്ങൾ കരുതരുത്. ആരും എനിക്ക് പൈസ ഒന്നുമില്ല പൊക്കി പറയാൻ. നമ്മളത് പറയണമെന്നുള്ളൂ. ഒന്ന് ജസ്റ്റ് ആ സൈഡ് ഒന്ന് ക്രിസ്പി ആവട്ടെ. അത് നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് ദോശ നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുക, മടക്കുക. സ്വാദിഷ്ടമായ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതപ്പോൾ നമുക്ക് ഇനി ആരെങ്കിലും തിന്ന് കാണിക്കാം. നമ്മൾ രണ്ടെണ്ണം കൂടി ചുടട്ടെ, എന്നിട്ട് ഒരുമിച്ച് കാണാം. ഇപ്പൊ നമ്മള് ടേസ്റ്റ് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് ആളെ ഇറക്കിയിട്ടെന്ന് കഴിച്ചു നോക്കിട്ട് എങ്ങനെ ഇട്ടെന്ന് പറ. എന്നിട്ടാ ടേസ്റ്റ് ഉണ്ടെന്നാ? ആ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണോ? പറയാണ്ട് രക്ഷയില്ല. വീട്ടിൽ നിന്ന് വന്നേക്കാ നേരം തിന്നാണ്ട് ദോശ അടിക്കുക. അപ്പൊ ഇവിടെ ദോശ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ എന്നിട്ടത് സാമ്പാറും നല്ല കീറി കയറിണ്ട് ഇവിടെ ഇരുന്നോണ്ട് ആള്. 5 ഇപ്പൊ തിന്നു. ക്രിസ്ത്യാനിയുണ്ട് മദ്യല്ല ദോശ അടിപൊളിയല്ലേ. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ? നന്നായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അപ്പൊ ഇത് കഴിച്ചേ ചെയ്യട്ടെ. ഞാൻ ഉണ്ടാക്കിയ ദോശ ഞാനും കഴിച്ചോട്ടെ. ആ നെയ്യുടെ ഒക്കെ പെട സാധനമാണ്. ഒരു കഷ്ടില്ലാത്ത സാധനമാണ്. ഇപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ 1 മണിക്കൂറോട് ഉണ്ടാക്കണ ദോശ ഒരു വിഷയമില്ല. അപ്പൊ 12 മണിക്കൂറൊന്നും കളിക്കി വെക്കണ്ട. WOCന്റെ 1 hour ദോശ മിക്സ് മേടിക്കുക, കലക്കി വയ്ക്കുക. 1 മണിക്കൂറിന് വീർക്കും, കഴിക്കുക, ചെറുതടിക്കുക. ചേഴ്സ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.